ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ ഷാജഹാൻ ചേരുന്നുണ്ട്. ആലപ്പുഴ താലൂക്ക് ഓഫീസ് സംഘപരിവാർ പ്രവർത്തകർ അടിച്ചു തകർത്തു. ഷാജഹാൻ എന്താണ് വിവരങ്ങൾ? ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ RSSന്റെയും സംഘപരിവാറിന്റെയും ഭാഗത്തു നിന്നൊക്കെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മാവേലിക്കര താലൂക്ക് ഓഫീസിന് നേരെയും ആക്രമണം നടന്നത്. ഓഫീസ് അടച്ചുപൂട്ടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഹർത്താലിന്റെ ഭാഗമായിട്ട് കടകൾ അടപ്പിച്ച കൂട്ടത്തിലാണ് ഇവർ താലൂക്ക് ഓഫീസിന് നേരെയും അടുത്തത്. പോലീസ് എത്തുന്നതിന് മുൻപ് താലൂക്ക് ഓഫീസിനകത്ത് കയറി അവിടുത്തെ ഉപകരണങ്ങളൊക്കെ തന്നെ അടിച്ചു നശിപ്പിക്കുകയും അതൊക്കെ എടുത്ത് വെളിയിൽ കളയുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് ജീവനക്കാർ ഒരു വിഭാഗം ജീവനക്കാർ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഇത്തരത്തിൽ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു അവർ മാവേലിക്കര താലൂക്ക് ഓഫീസിന് നേരെ നടത്തിയത്. ഇത്തരത്തിൽ ആലപ്പുഴ ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളിലും സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും ആക്രമണമുണ്ടായി. ആദ്യം മാവേലിക്കരയിലെ കടകൾക്ക് നേരെയായിരുന്നു അതിക്രമം നടന്നത്. ഒരു സ്ത്രീക്കടക്കം ഇത്തരത്തിൽ പരിക്കേൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. സ്ത്രീയുടെ കാല് ഒടിഞ്ഞ നിലയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ഇവരുടെ ഭാഗത്തു നിന്ന്, അതായത് RSSന്റെ ഭാഗത്തു നിന്നുള്ള അതിക്രമം തന്നെയായിരുന്നു. ഇത്തരത്തിൽ മറ്റ് ചില കേന്ദ്രങ്ങൾ, അതായത് കുട്ടനാടടക്കമുള്ള മറ്റ് പ്രദേശങ്ങളിലും BJPയുടെയും RSSന്റെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. കോലം കത്തിക്കുകയും അതോടൊപ്പം തന്നെ കടകൾ ബലമായി അടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അടയ്ക്കാൻ വിസമ്മതിക്കുന്ന കടകളുടെ ചില്ലെറിഞ്ഞു പൊട്ടിക്കുക, കടകൾ അടിച്ചു തകർക്കുക തുടങ്ങിയ പ്രവൃത്തിയും BJPയുടെ ഭാഗത്തു നിന്നുണ്ട്, RSSന്റെ ഭാഗത്തു നിന്നുണ്ട്. മാവേലിക്കര ഹരിപ്പാട് കേന്ദ്രങ്ങളിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ നടക്കുന്നത്. BJPക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലകളിലാണ് കൂടുതലായിട്ടും സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ അതിക്രമം നടക്കുന്നത്. ഇത്തരത്തിൽ മാവേലിക്കരയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. താലൂക്ക് ഓഫീസ് അടിച്ചു തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. മാവേലിക്കര താലൂക്ക് ഓഫീസിലെ ഉപകരണങ്ങളും കമ്പ്യൂട്ടറും ഒക്കെ തന്നെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പോലീസ് എന്തായാലും സംഭവ സ്ഥലത്തതിനു ശേഷം എത്തുകയും കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള അതിക്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് RSSും BJPയും ആലപ്പുഴ ജില്ലയിൽ. ഷാജഹാൻ, അതായത് ഇവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടും തെരഞ്ഞെടുത്തുകൊണ്ടുമുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയാണോ ഉണ്ടാകുന്നത് തുടർച്ചയായി? ഇപ്പോൾ തിരുവനന്തപുരത്തും വലിയ അക്രമങ്ങൾ തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലും ഒപ്പം തിരുവനന്തപുരത്തെ റൂറൽ പ്രദേശങ്ങൾ, ഗ്രാമപ്രദേശങ്ങളിൽ RSSന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ വലിയ അക്രമങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ ഷാജഹാൻ നൽകുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ മാവേലിക്കരയും ആലപ്പുഴയുടെ വിവിധ സംഘപരിവാർ സ്വാധീനമുള്ള സ്ഥലങ്ങളിലും വ്യാപകമായ അക്രമങ്ങൾ തുടരുകയാണോ? തീർച്ചയായിട്ടും. കാരണം ഇവർക്കൊക്കെ തന്നെ വളരെയധികം രഹസ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. BJPക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കടകൾ അടുപ്പിക്കുക, അടയ്ക്കാൻ വിസമ്മതിക്കുന്ന കടകൾ അടിച്ചു തകർക്കുക, ഇത്തരത്തിൽ അക്രമങ്ങൾ നടത്തുക എന്നുള്ളൊരു നിർദ്ദേശമാണ് സംഘപരിവാർ നേതാക്കൾ നൽകിയിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇന്ന് വ്യാപകമായിട്ട് കടകൾക്ക് നേരെയും അതുപോലൊപ്പം തന്നെ സർക്കാർ ഓഫീസുകൾക്ക് നേരെയും ഒക്കെ അതിക്രമം ഉണ്ടായത്. പ്രധാനമായിട്ടും അവർ തിരഞ്ഞെടുക്കുന്നത് BJPക്കും അതോടൊപ്പം തന്നെ മറ്റ് സംഘപരിവാർ ശക്തികൾക്കൊക്കെ സ്വാധീനമുള്ള മേഖലകൾ തന്നെയാണ്. മാവേലിക്കരയിൽ ഇതിന്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ BJP പ്രവർത്തകരും RSS പ്രവർത്തകരും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ അമ്പലപ്പുഴയിലും പാൽപ്പായസ വിതരണം, ഉച്ചയ്ക്ക് ശേഷം പാൽപ്പായസ വിതരണം നടക്കുന്നതിനിടയ്ക്ക് അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ താക്കോൽ അവർ പിടിച്ചു വാങ്ങുകയും അവിടുത്തെ പായസ വിതരണം തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഇതിനെതിരെ ഭക്തജനങ്ങളായിട്ടുള്ള ചില സ്ത്രീകൾ തന്നെ രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ സ്ത്രീകൾക്ക് നേരെയും മറ്റുമാണ് ഇപ്പോൾ BJP സംഘപരിവാർ അതിക്രമം നടത്തി വരുന്നത്. ഇതിനെതിരെ ചില കേന്ദ്രങ്ങളിൽ ഇപ്പോൾ CPMന്റെയും അതോടൊപ്പം തന്നെ DYFIയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായിട്ട് പ്രതിഷേധങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് DYFIയുടെ ഒക്കെ ചില കേന്ദ്രങ്ങളിൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇതിൽ വ്യാപകമായിട്ടുള്ള ഒരു അക്രമത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ നഗരത്തിലും ഇത്തരത്തിൽ RSSന്റെ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വൈകിട്ട് 5 മണിയോടുകൂടി ഇത്തരത്തിൽ പ്രതിഷേധം നടത്താനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആലപ്പുഴ ജില്ലയുടെ സംഘപരിവാർ ശക്തികൾക്ക് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ തന്നെ കടകൾ അടിച്ചു തകർക്കുകയും അത്തരത്തിലുള്ള അതിക്രമം അഴിച്ചുവിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും സ്ത്രീകൾക്കെതിരെ കൂടി വ്യാപകമായ അക്രമം നടക്കുകയല്ലേ ഷാജഹാൻ? നേരത്തെ മാവേലിക്കരയിൽ കട തുറന്നു വെച്ചതിന് ഒരു സ്ത്രീയെ അവരുടെ കാലൊക്കെ അടിച്ചൊടിച്ചു എന്നാണ് ഷാജഹാൻ നൽകിയ വിവരങ്ങളിൽ. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ താലൂക്ക് ഓഫീസിലേക്കും കടന്നു ചെല്ലുമ്പോൾ ഉറപ്പായും അവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരപരാധികളായി ഈ വിഷയം എന്തെന്ന് പോലും ഈ ഇതിനോടകം അറിയാത്ത ചിലരെങ്കിലും അതിനകത്തുണ്ടായിരിക്കും. അവരെയൊക്കെ ആക്രമിക്കുന്ന സ്ഥിതിയാണോ ഉണ്ടായത്? ഇറങ്ങി ഓടിയെന്നാണ് ഷാജഹാൻ വിവരങ്ങൾ നൽകിയപ്പോൾ പങ്കുവച്ചത്. തീർച്ചയായിട്ടും. കാര്യം സ്ത്രീകളടക്കമുള്ള ജീവനക്കാരായിരുന്നു സർക്കാർ ഓഫീസിലുണ്ടായത്. ഇത്തരത്തിൽ യാതൊരുവിധ പ്രകോപനമില്ലാതെ ഓഫീസിനകത്ത് ഇരച്ചു കയറുകയും അതോടൊപ്പം തന്നെ അടിച്ചു തകർക്കുകയൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീകളടക്കമുള്ളവരൊക്കെ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അത്തരത്തിലാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. വ്യാപകമായിട്ട് ഏത് തരത്തിലും അക്രമം അഴിച്ചുവിടുക എന്ന രീതി തന്നെയാണ് നമുക്ക് ഈ സംഘപരിവാറിന്റെ ഭാഗത്ത് ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള അക്രമങ്ങളുമാണ് ഓരോ സ്ഥലത്തും നമുക്ക് കാണുന്നത്. റോഡുകളൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെടുത്താൻ
ശ്രമിച്ചു. അവരെയൊക്കെ തന്നെ പോലീസ് നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സംഘപരിവാറിന് സ്വാധീനമുള്ള മേഖലകൾ മാത്രമാണ് ഇവർ ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം ഇത് ചെയ്യുന്നു. പക്ഷെ കൂടുതൽ ശക്തി കേന്ദ്രമല്ലാത്ത പ്രദേശങ്ങളാണെങ്കിൽ അവർക്ക് തിരിഞ്ഞോടേണ്ട ഒരു സാഹചര്യം ആലപ്പുഴയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലകൾ നോക്കിക്കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഇപ്പോൾ നടത്തി വരുന്നത്. ശരി, ഷാജഹാൻ, ആലപ്പുഴയിൽ നിന്ന് ഷാജഹാനാണ് ഏറ്റവും പുതിയ വാർത്തകൾ നമ്മളോട് പങ്കുവച്ചത്. സംഘപരിവാർ, പ്രത്യേകിച്ച് RSS BJP സംഘടനകൾക്ക് കൂടുതൽ സ്വാധീനമുള്ള ചില സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ അക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ലഭിക്കുന്നത്. താലൂക്ക് ഓഫീസ് അടിച്ചു നശിപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. താലൂക്ക് ഓഫീസ് അടയ്ക്കണം എന്നാവശ്യപ്പെട്ട ഒരു സംഘം RSS പ്രവർത്തകർ എത്തുകയായിരുന്നു. ഒന്നും അറിയാത്ത ജീവനക്കാർ ഇതിനോട് വളരെ നിസ്സംഗമായി പ്രതികരിക്കുകയായിരുന്നു. പക്ഷേ അവരുൾപ്പെടെ ഇവരുടെ ഭീഷണിയെ തുടർന്ന് ഇറങ്ങി ഓടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഓഫീസിലെ കസേരകൾ ഉൾപ്പെടെ തല്ലി തകർത്തു. നേരത്തെ മാവേലിക്കരയിലും വലിയ അക്രമം ഉണ്ടായിരുന്നു. ഒരു കട തുറന്നു വച്ചിരുന്ന സ്ത്രീയുടെ കാല് വലിയ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. സംസ്ഥാനത്തുടനീളം വ്യാപകമായ അക്രമങ്ങൾ തുടരുകയാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിവിധ ബ്യൂറോകളിൽ നിന്ന് പ്രതിനിധികൾ ഇപ്പോഴും റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സംഘർഷ സാധ്യത ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. സംഘർഷം തുടരുകയാണ്. സമരപ്പന്തൽ കേന്ദ്രീകരിച്ച് അക്രമികൾ ക്യാമ്പ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ലെസ്ലി ജോൺ ചേരുന്നുണ്ട്. ലെസ്ലി, എന്താണ് ഏറ്റവും പുതിയ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ? അനന്ത്, നിലവിൽ സമാധാനപരമായി റോഡിൽ കുത്തിയിരുന്ന് ശരണം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർഗമാണ് ചിതറിയോടി തിരിച്ചെത്തിയ BJP പ്രവർത്തകർ നടത്തുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സത്യാഗ്രഹം ഇരുന്ന അവരുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് നീക്കാൻ ആദ്യം ഒരു ശ്രമം നടന്നിരുന്നു. എന്നാൽ അതിനെ പ്രവർത്തകർ തന്നെ തടയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ ആംബുലൻസിൽ അടിച്ചുകൊണ്ട് ആംബുലൻസിനെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ തോതിലുള്ള ഒരു അക്രമത്തിലേക്ക് കൂപ്പുകുത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിനെ മോശമായ ഭാഷത്തിൽ തന്നെയാണ് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായതാണ് ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രസംഗം മുഖ്യമന്ത്രി അവഹേളിക്കുന്ന തരത്തിൽ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ പ്രസംഗം ആരംഭിച്ചത് തന്നെ. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ഡാഷ്മോൻ എന്ന മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് ആയിരുന്നു ഇവർ പ്രസംഗം തുടർന്നത്. നേതാക്കളെ തല്ലിയ ശേഷം മാത്രമേ ഏതെങ്കിലും പ്രവർത്തകർക്ക് മേൽ തൊടാൻ പോലീസിന് കഴിയൂ എന്നുള്ള ഒരു വെല്ലുവിളിയും ഇവർ നടത്തി. ജീവൻ നഷ്ടപ്പെടുന്നത് വരെ സമരപര ആചാര സംരക്ഷണത്തിനായി ഉണ്ടാകും. എല്ലാവരും ഈ കുത്തിയിരുന്ന് ശരണം വിളിച്ച് പ്രതിഷേധിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഇതിനെ തുടർന്നാണ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് ശാമശരണം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർഗത്തിലേക്ക് മാറിയത്. നാമജപ പ്രതിഷേധം ശബരിമലയിൽ മാത്രമായിരുന്നുവെങ്കിൽ അത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നേരത്തെ ഉണ്ടായത് പ്രകോപനപരമായ പോലീസിനെ നേരിടുകയും പോലീസ് ഇവരെ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും തുടർന്ന് ഇവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി കണ്ണീർവാതക പ്രയോഗിക്കുകയാണ്. 6ഓളം കണ്ണീർവാതക ഷെല്ലുകളാണ് പോലീസ് ഉപയോഗിച്ചത്. ഒരു ഗ്രനേഡും ഉപയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജലപീരങ്കി ഉപയോഗിച്ച് ഇവരെ നീക്കുന്നതിനുള്ള നടപടികളും ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് ചിതറി ഓടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു നാമജപ മന്ത്രം ജപിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർഗത്തിലേക്കാണ് പോകുന്നത്. വ്യാപകമായി CPIM-ന്റെയും സർക്കാരിന്റെയും ഫ്ലെക്സ് ബോർഡുകളും മറ്റും കത്തി നശിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രതിഷേധം അത് ശരണമന്ത്രങ്ങൾ വിളിച്ചുകൊണ്ടുള്ള കുത്തിയിരിപ്പ് പ്രതിഷേധമായി മാറിയിരിക്കുകയാണ്. ലെസ്ലി, സംഘർഷ സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ? ഈ നാമ പ്രതിഷേധത്തിലേക്ക് കടന്നെങ്കിലും നേതൃത്വം കൂടി ഇടപെട്ടുകൊണ്ട് ഇത് സമരപ്പന്തലിലേക്ക് ശരി റിനു ശ്രീധർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിനുവിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം. റിനു, ഇപ്പോൾ ലെസ്ലി ഏറ്റവും ഒടുവിൽ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ശരണമന്ത്രങ്ങൾ കൊണ്ട് പ്രതിഷേധിക്കുക എന്ന നിലയിൽ കുത്തിയിരിക്കാൻ പ്രവർത്തകരോട് നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട്. വളരെ മോശമായ ഭാഷയിൽ മുഖ്യമന്ത്രി അടക്കം പരാമർശിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ.
അത് അവരുടെ രാഷ്ട്രീയ സംസ്കാരം, അതിനെ സംബന്ധിച്ച് പിന്നീട് പരിശോധനകൾ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനം ഈ സമരപ്പന്തൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിനെതിരെ വ്യാപകമായ അക്രമം നടത്താനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയുമോ? അത്തരം സാധ്യതകളെ കൂടുതൽ സജീവമായി നിർത്തുന്നതിന് വേണ്ടി ബിജെപിയുടെ നേതൃത്വം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ റിനു? തീർച്ചയായും ആനന്ദ്, വലിയ അക്രമങ്ങൾ അഴിച്ചുവിട്ടതിനു ശേഷം വൈകാരികമായ ശരണമന്ത്രങ്ങൾ ഉരുവിടുകയാണ് ഇപ്പോൾ ബി.ജെ.പി. സമരപ്പന്തലിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് രാവിലെ മുതൽ സംസ്ഥാനമൊട്ടാകെ വലിയ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചുവിടുക, അതിനുശേഷം വൈകാരികമായി ശരണമന്ത്രങ്ങൾ ഉരുവിടുക എന്നുള്ള തരത്തിലേക്കാണ്. ഇപ്പോൾ എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ പ്രകാശ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ബി.ജെ.പി. നേതൃത്വവുമായി സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരുടെ ഈ സമരപ്പന്തലിനുള്ളിലേക്ക് ആക്കുക, സമാധാനപരമായി സമരം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ഇപ്പോൾ പോലീസിന്റെ ശ്രമം. എന്തായാലും പോലീസ് കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് ഇരുകൂട്ടരെയും രണ്ട് വശത്തേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ മാറ്റിക്കൊണ്ട് ഈ പ്രതിഷേധക്കാരെ ഒന്നടങ്കം മാറ്റി നിർത്തിക്കൊണ്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിർത്തുന്നതിനുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ നടത്തിയ വലിയ രീതിയിലുള്ള ഒരു അക്രമ സംഭവത്തിന് അല്പസമയം കൊണ്ട് ശാന്തത കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും ബി.ജെ.പിയുടെ സമരപന്തലിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ശരണമന്ത്രങ്ങൾ കൊണ്ടുള്ള ഒരു പ്രതിഷേധ സ്വരം തന്നെയാണ് നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് സമരപന്തലിനെ കേന്ദ്രീകരിച്ചു, ഒപ്പം ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘം കേന്ദ്രീകരിച്ചുകൊണ്ട് മധ്യഭാഗത്തായിട്ട് നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ബി.ജെ.പിയുടെ നേതാക്കൾ തന്നെ സമരപ്പന്തലിനുള്ളിലേക്ക് കയറണമെന്ന് ആവശ്യപ്പെടുകയാണ്. മൈക്കിലൂടെ ശരണം മന്ത്രങ്ങൾ ഉരുവിടുന്നവർ സമരപ്പന്തലിലേക്ക് കയറണം, സമരത്തിനെത്തിയവർ സമരപന്തലിലേക്ക് കയറണം, റോഡിൽ ഒരു കാരണവശാലും നിൽക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം ബി.ജെ.പിയുടെ നേതാക്കൾ നൽകുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചതിന് ശേഷമുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇവർ അറിയിക്കുന്നത്. എന്തായാലും എല്ലാവരെയും സമരപന്തലിനുള്ളിലേക്ക് കയറ്റുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും പി പ്രകാശുമായി സിറ്റി പോലീസ് കമ്മീഷണറുമായി അനുഭാവപൂർണമായ ചർച്ചയാണോ ബി.ജെ.പിയുടെ നേതൃത്വം നടത്തിയത്? അനുസരിക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്നത് ഒരു ചോദ്യമാണ് റിനു. പക്ഷേ പല ലക്ഷ്യങ്ങളും പൊളിഞ്ഞ ഒരു സമരമാണ് ഇപ്പോൾ തുടരുന്നത്. ഇവരെ സംബന്ധിച്ച് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവും ഒരുപക്ഷെ ബി.ജെ.പി. നേതൃത്വത്തിന് മുന്നിൽ ഉണ്ടാകില്ല എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട് റിനു. തീർച്ചയായും ശബരിമല യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട അന്നു മുതൽ നടത്തിയ ഹർത്താലുകളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും നിരാഹാര സമരങ്ങളും എല്ലാം തന്നെ ഒരു പ്രഹസന നാടകമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്കറിയാം, സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പിന്തുണയോടുകൂടി നവോത്ഥാന സംഘടനകൾ ഉയർത്തിയ ഒരു വനിതാ മതിൽ വലിയ വിജയത്തിലേക്ക് എത്തുന്നു. തുടർന്ന് അത്തരം ഒരു വിജയത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഇവർ നടത്തിയ ഒരു സമരങ്ങളെല്ലാം തന്നെ പ്രഹസനമായി മാറുന്നു. ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ഇത് ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ നാം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചുവിടുക എന്നുള്ള ഒരു ലക്ഷ്യം ഇവരുടെ മുന്നിലുണ്ടാകുന്നത്. അല്ലെങ്കിൽ മാത്രമുള്ള പ്രതിനിധികൾ ഉണ്ടാവേണ്ട സമരപന്തലിൽ ഇന്ന് പുലർച്ചെ മുതൽ ഒരു വലിയ ജനക്കൂട്ടം തന്നെ കാണാൻ ഉണ്ടായിരുന്നു. അവർ രാവിലെ ഇവിടെ മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചു വരുത്തി, എം.ടി. രമേശിന്റെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചു വരുത്തിയതിനു ശേഷം ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമത്തിന് കോപ്പുകൂട്ടുകയായിരുന്നു ഇവർ ചെയ്തത്. ശേഷം ഇപ്പോൾ ഗ്രനേഡുകൾ എറിയേണ്ടുന്ന ഒരു സാഹചര്യം പോലീസിനുണ്ടായി. ടിയർ ഗ്യാസുകൾ പൊട്ടിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസിന് ലാത്തി വീശേണ്ട സാഹചര്യം, അതുപോലെ തന്നെ ജലപീരങ്കി ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ രീതിയിലേക്ക് അക്രമത്തെ അഴിച്ചുവിടുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു ഇവരുടെ മുന്നിലുണ്ടായിരുന്നത്. അത്തരത്തിലൊരു അക്രമം തന്നെയാണ് ഇവർ നടത്തിയത് എന്നുള്ളതാണ്. അതിൽ പോലീസുകാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പരിക്കാണ് പറ്റിയിരിക്കുന്നത്. പരിക്ക് പറ്റിയവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ പോലീസിന്റെ കൃത്യമായിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെയാണ് നമുക്ക് സമരപ്പന്തലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റും സ്റ്റാച്യു ജംഗ്ഷനും ഒക്കെ പോലീസിന്റെ ബന്ധവസിലാണ് എന്നുള്ളത് വേണം ഇവിടെ നിന്ന് നൽകേണ്ട ഏറ്റവും പുതിയ വിവരം. എന്തായാലും സെക്രട്ടേറിയറ്റ് നട സമാധാനപരമായ ഒരു സാഹചര്യം തന്നെയാണ്. റിനു ശ്രീധരാണ് ഏതായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പി പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. ബി.ജെ.പിയുടെ നേതൃത്വവുമായി അദ്ദേഹം ചർച്ച നടത്തി. പോലീസിന്റെ നിർദ്ദേശങ്ങൾ ഇപ്പോൾ കൃത്യമായി അനുസരിക്കുന്നുണ്ട് ഇവർ എന്നാണ് അറിയുന്നത്. സമരപ്പന്തലിനുള്ളിലേക്ക് സമാധാനപരമായി ഇരുന്നു പ്രതിഷേധിച്ചുകൊള്ളൂ എന്ന് പോലീസ് നിർദ്ദേശം നൽകുകയായിരുന്നു. പുറത്ത് ഇനി ക്രമസമാധാന പ്രശ്നങ്ങൾ ഇനിയും തുടർച്ചയായി ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന പോലീസ് നിലപാട്. ഇപ്പോൾ പോലീസിന്റെ കൃത്യമായ നിയന്ത്രണത്തിൽ സെക്രട്ടേറിയറ്റും പരിസരവും വന്നതായി തന്നെയാണ് ഇപ്പോൾ റിനു ശ്രീധർ അവിടെ നിന്ന് നമുക്ക് പങ്കുവച്ച വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരിടവേള.
ആലപ്പുഴയിലും BJP പ്രവർത്തകർ ഉള്ള സ്ഥലങ്ങളിൽ അക്രമങ്ങൾ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ താലൂക്ക് ഓഫീസ് അടിച്ചു തകർത്തു. താലൂക്ക് ഓഫീസ് പൂട്ടണം എന്ന ആവശ്യവുമായി എത്തിയ BJP പ്രവർത്തകരാണ് അടിച്ചു തകർത്തത്. സ്ത്രീകളടക്കമുള്ള ഇവിടുത്തെ ജീവനക്കാർ ജീവനിൽ ഭയന്ന് ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് ഇവിടെ നിന്ന് ലഭിച്ച വിവരങ്ങൾ. ഇപ്പോൾ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ മാവേലിക്കരയിലും വലിയ അക്രമം നടത്തി. ഒരു സ്ത്രീക്ക് കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഷാജഹാൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി. ഷാജഹാൻ, പോലീസിന്റെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ അക്രമികളൊക്കെ ഏത് നിലയിൽ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നതായാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനന്ത്, മാവേലിക്കര താലൂക്ക് ഓഫീസിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ കൂടി രക്ഷപ്പെടുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് ഉച്ചയോടടുത്ത സമയത്ത് ആയിരുന്നു ഇവരെത്തിയത്. ഒരു സംഘം വരുന്ന സംഘപരിവാർ പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. അതിനുശേഷം അവിടുത്തെ ഫർണിച്ചറുകളൊക്കെ അടിച്ച് തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതിനിടയിൽ ഭയന്ന് സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാര്യം പലരും ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. കാര്യം അത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു സംഘപരിവാർ അവിടെ സൃഷ്ടിച്ചത്. ഇതിനുശേഷം അവിടെ പല കടകളും അടിച്ചു തകർക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ഇതിന്റെയൊക്കെ ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിച്ചവരെയൊക്കെ തന്നെ അവർ ഭീഷണിപ്പെടുത്തി ഓടിക്കുന്നതും കാണാമായിരുന്നു. കടകൾ അടിച്ച് പൊളിച്ചതിന് പ്രധാനമായിട്ട് ഇപ്പോൾ KK ശൈലജ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പൗരന്മാരും ഇത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ചും 2 യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് മുഴുവൻ തീ വെക്കാൻ പുറപ്പെട്ടിരിക്കുക. വനിതാ പത്രപ്രവർത്തകയെ ഇന്ന് ആക്രമിക്കുകയുണ്ടായി. പത്രപ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും അടക്കം കടന്നാക്രമിക്കുന്നു. തെരുവിൽ മനുഷ്യനിറങ്ങി നടക്കാൻ കഴിയാത്ത വിധം വൻതോതിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയാണ്. മന്ത്രിമാരെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെ എല്ലാം വഴിയിൽ തടയുന്നു, അവരെ കൈകൂടി കാട്ടുന്നു. എന്താ ഇതിനു മാത്രം കേരളത്തിൽ ഉണ്ടായത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ നന്നായിട്ട് ആലോചിക്കണം. ശബരിമലയിലെ പ്രശ്നമാണെങ്കിൽ ശബരിമലയിൽ സുപ്രീം കോടതി വിധിയാണ്. അവിടെ 10-നും 50-നും ഇടയിലുള്ള സ്ത്രീകളെ റെസ്ട്രിക്ട് ചെയ്യരുത്, അവരെ തടയരുത്. അവർക്ക് കൂടി ശബരിമലയിൽ പോകാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞത് കേരളത്തിൽ ഗവൺമെന്റ് അല്ല, സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി അത് മാത്രമല്ല പറഞ്ഞത്, ഈ പ്രായപരിധിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ശബരിമലയിൽ ദർശനം നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ വരുമ്പോൾ ആരെങ്കിലും അവരെ ഉപദ്രവിക്കുകയാണെങ്കിൽ അവർക്ക് മുഴുവൻ സംരക്ഷണവും കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ ജനാധിപത്യം കുടികൊള്ളുന്നത് ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും അതുപോലെ എക്സിക്യൂട്ടീവ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു സമ്മേളനത്തിലാണ്. ഇതിലേതെങ്കിലും ഒന്ന് പൂർണ്ണമായി തകർക്കപ്പെട്ടാൽ ഇന്ത്യയിൽ ഡെമോക്രസി ഉണ്ടാവില്ല എന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളും ഓർമ്മിക്കണം. കോടതി വളരെ വ്യക്തമായി പരിശോധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. പഴയകാലത്ത് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചിരുന്നു, അവിടെ ചോറൂണ് നടത്തിയിരുന്നു, അവിടെ മറ്റു പരിപാടി മറ്റു രീതിയിലുള്ള വർഷിപ്പുകളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ 91 ഒരു വിധി ഉണ്ടായതുകൊണ്ട് അതിന് ചില കാരണങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാനതിന് വിശദാംശത്തിലേക്കൊന്നും പോകുന്നില്ല. ആരോ കൊടുത്തിട്ടുള്ള ഒരു പരാതി അനുസരിച്ച് 91 ഒരു നിശ്ചിത പ്രായപരിധിക്കകത്തുള്ള സ്ത്രീകൾ പോകാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞു. നമ്മളത് അനുസരിക്കേണ്ടതായിട്ട് വന്നു. ഏത് പ്രായത്തിലുള്ളവർക്കും പോകാം ദൈവത്തിന്റെ മുന്നിൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് കോടതി വിധി അങ്ങനെ വന്നപ്പോ പിന്നെ കോടതിയിൽ ചെന്നതിനെ മറികടക്കുക എന്നത് നമുക്ക് ഇത്രയും നാൾ കഴിയാതെ വന്നപ്പോ സ്വാഭാവികമായിട്ടും അത് ഗവൺമെന്റുകളെല്ലാം അനുസരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് സ്വാഭാവികമായിട്ടും ചിലർ കൊടുത്ത പെറ്റീഷൻ അടിസ്ഥാനമാക്കി 91 ഹൈക്കോടതി വിധി തെറ്റായിരുന്നുവെന്നും സുപ്രീം കോടതി വിധിച്ചത് ശബരിമലയിൽ ഏത് പ്രായത്തിലുള്ളവർക്കും അവർക്ക് വർഷിപ്പ് നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഡിവോട്ടി ആണെങ്കിൽ അവിടെ പോകാമെന്നാണ്. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. കേരള ഗവൺമെന്റ് എന്താ ചെയ്യുക? ആര് ശബരിമലയിലേക്ക് വന്നിട്ടില്ലേ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ശബരിമലയിലേക്ക് വരണമെന്നോ ഒന്നും ഈ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഗവൺമെന്റ് എന്നൊരു അഭിപ്രായമുണ്ട്, ഇടതുപക്ഷ ഗവൺമെന്റ് എന്നുള്ള നിലയിൽ. വ്യക്തിപരമായിട്ട് ഇതിനകത്തുള്ള ആളുകൾക്കെല്ലാം അഭിപ്രായമുണ്ട്. അത് ദൈവത്തിന്റെ മുന്നിൽ സ്ത്രീകൾ അസ്പൃശ്യരല്ല എന്ന് തന്നെയാണ്. ദൈവത്തിന് മുന്നിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ അവകാശമാണ് എന്നതാണ്. എന്നാൽ ആ അവകാശ സ്ഥാപനത്തിന് വേണ്ടി ഗവൺമെന്റ് ആയിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് നാളെ മുതൽ ശബരിമലയ്ക്ക് ഇത്രയും ആളുകൾ പോകണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അത് ഭക്തിയുടെ പ്രശ്നമാണ്. ദൈവത്തിന്റെ മുന്നിൽ ഭക്തി പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം അവിടെ പോയാൽ മതി. പക്ഷേ ആർക്കെങ്കിലും തോന്നുന്നു എനിക്ക് അയ്യപ്പന്റെ മുന്നിൽ ചെന്ന് എന്റെ മനസ്സിലെ ദുഃഖമെല്ലാം വിളിച്ചു പറയണമെന്നൊരു ഭക്തക്ക് തോന്നിയാൽ നീ അവിടെ പോകാൻ പറ്റില്ല, നീ 5-നും 10-നും 50-നും 10-നും പ്രായത്തിനിടയിലുള്ളതാണ്, നിന്റെ ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതന്നെ കോടതി പറഞ്ഞത്. കുറെ നാളത്തെ കാര്യങ്ങളെല്ലാം കോടതി കൂലങ്കഷമായി പരിശോധിച്ചു. ഇന്ത്യൻ ഭരണഘടനയെ സമർത്ഥിച്ചുകൊണ്ടാണ് കോടതി വിധിക്കുന്നത്. ഇത് ഭരണഘടനാപരമായിട്ടുള്ളൊരു വിധിയാണ്. അതുകൊണ്ട് ഭരണഘടനാ ലംഘനം ഉണ്ടാക്കുകയാണ് ഈ വിധിക്കെതിരായിട്ട് പറഞ്ഞത്. അപ്പോഴാണ് കോടതി പറഞ്ഞത് ഒരു കുഴപ്പവുമില്ല,
10 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ പോകുന്നുണ്ട്, 50 വയസ്സിന് മേലെയുള്ള സ്ത്രീകൾ പോകുന്നുണ്ട്. അപ്പൊ ഈ ഏജിന് പിന്നകത്തുള്ള സ്ത്രീകൾക്ക് പോയിക്കൂടാ എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. അതൊരു ശരിയായ ആചാരമല്ല, ഒരു ദുരാചാരമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ അനുവദിക്കണമെന്നാണ് പറഞ്ഞത്. ഇന്ന് വരെ ആ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്ത് എല്ലാവരും കണ്ടല്ലോ. എന്റെ നാട്ടിലെ പ്രിയ സഹോദരിമാരെല്ലാം ഈ ചിലപ്പോ ഇവരുടെ എല്ലാം RSSന്റെ എല്ലാം ഈ കാര്യത്തിൽ വഞ്ചിക്കപ്പെട്ട് ചിലരെങ്കിലും അവരുടെ കൂടെ സ്ത്രീകൾ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് അപമാനകരമാണ്. എന്തായാലും സ്ത്രീകളെ തന്നെ സ്ത്രീകൾ തള്ളി പറയുക, സ്ത്രീകൾ തന്നെ സ്ത്രീകൾ അശുദ്ധാണെന്ന് പറയുക, അതിലേക്ക് നമ്മൾ ഒരിക്കലും വന്നത് ഭക്തിയാണ് മേമ്പൊടിയാക്കുന്നത്. പണ്ടേ ഇങ്ങനെ തന്നെയാണ്. തെറ്റായ ഒരു ആചാര പ്രക്രിയ നിലനിർത്താൻ ഈ ഫ്യൂഡൽ ചിന്താഗതിക്കാർ, ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, അവർ ഭക്തിയാണ് മേമ്പൊടിയാക്കി വെച്ചിരുന്നത്. അതുകൊണ്ട് ആ ഭക്തി മറയാക്കിക്കൊണ്ട് സ്ത്രീ വിരുദ്ധമായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ സഹോദരിമാർ കൂട്ടു നിൽക്കരുത്. കേരളത്തിൽ ജനാധിപത്യം അതുപോലെ മതേതരത്വം പുലരാൻ ആഗ്രഹിക്കുന്ന ആരും, ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ അംഗീകരിക്കുന്ന ആരും കൂട്ടു നിൽക്കരുത് എന്നാണ്. അപ്പൊ കോടതി വിധി പ്രസ്താവിച്ചപ്പോൾ ചിലര് അവിടെ കയറാൻ വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ അവിടെ എന്തുകൊണ്ടാണ് ഇതുവരെ പ്രൊട്ടക്ഷൻ കൊടുത്ത് കയറ്റാത്തതെന്നാണ് ചിലർ ചോദിച്ചത്. നിങ്ങൾ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി വിധി അനുസരിക്കാതിരുന്നത്? ഞങ്ങൾ പറഞ്ഞു പോലീസ് കഴിയാവുന്നിടത്തോളം അവരെ കൊണ്ടുപോയി. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ശബരിമലയിൽ ഭക്തരായിട്ട് വരികയാണ്. ആ പ്രദേശം അതുപോലത്തെയാണ്. അപ്പൊ അവിടെ ഒരു സംഘർഷം ഉണ്ടാകരുത്. അതുകൊണ്ട് വലിയ സംഘർഷത്തിലേക്ക് അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന സ്ത്രീകളുടെ തലയിൽ തേങ്ങ എറിഞ്ഞിട്ട് പൊട്ടിക്കാൻ നോക്കുകയാണ്. ഇതൊക്കെ എവിടെ എന്തൊരു ഭക്തിയാണപ്പോ ഇത്? ഒരു യഥാർത്ഥ ഭക്തരാണെങ്കിൽ ദൈവത്തിന് അറിയില്ലേ? ദൈവത്തിന്റെ മുന്നിൽ വരുന്ന ആള് ശുദ്ധരല്ലെങ്കിൽ, അവരെ മനസ്സ് ശരിയല്ലെങ്കിൽ ദൈവത്തിന് അറിയില്ലേ അവരെ ശിക്ഷിക്കാൻ? ദൈവം അവരെ വെറുതെ വിടുവോ? ഇവരെ ദൈവത്തിനേക്കാളും വലിയ ശക്തിയുള്ളവരാണോ ഈ പറയുന്ന അയ്യപ്പ സേവാ സമിതി എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന കുറച്ച് ആളുകൾ? കുറച്ചുപേരെ ഉള്ളൂ അതിനകത്ത്. അതുകൊണ്ട് ദൈവത്തെ പോലും അവഹേളിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ തലയിൽ തേങ്ങ എറിഞ്ഞ് പൊട്ടിക്കാൻ വരികയാണ്. ഇതൊന്നും ഒരിക്കലും ദൈവഹിതമായിരിക്കില്ല എന്ന് ഈ നാട്ടിൽ എല്ലാവരും ഉറപ്പിച്ച് പറയും. അതുകൊണ്ട് അവിടെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിന് ബലം പ്രയോഗിച്ച് അവരെ നിയന്ത്രിക്കാം. പക്ഷെ സന്നിധാനത്തൊക്കെ നല്ല തിരക്കിന്റെ ഇടയിൽ ബലം പ്രയോഗിച്ച് നിയന്ത്രിക്കാൻ വന്നാൽ അത് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പേർക്ക് അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടതായി വരും. അപ്പൊ ആ സമയത്തെല്ലാം ഈ വന്നിട്ടുള്ള ആളുകളോട് ഇതെവിടെ വലിയ പ്രശ്നമാണ്, നമുക്ക് നിയന്ത്രിക്കാൻ പ്രയാസമുണ്ട്, നിങ്ങൾ തൽക്കാലം ഇപ്പൊ പോകണം, പിന്നെ വരിക എന്ന് പറഞ്ഞ് പലരെയും മടക്കി അയക്കാൻ ഉണ്ടായത്. പക്ഷെ ഇന്നലെ 2 സ്ത്രീകൾ കയറി, വലിയ തിരക്കൊന്നുമില്ല, ആരും അവർ തടയാൻ അവിടെ ഉണ്ടാക്കില്ല. അവർ കയറിപ്പോയി അവരുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ മുഴുവൻ അവിടെ അയ്യപ്പനോട് പറഞ്ഞ് തിരിച്ചു വന്നു. കയറിയത് 2 ദളിത് സ്ത്രീകളാണ്. അവർ നേരത്തെ തന്നെ ഒരു തവണ പോയിരുന്നു ഞങ്ങൾക്ക് ദർശനം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പറഞ്ഞതുപോലെ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി അവരെ പിന്മാറ്റുകയാണ് ചെയ്തത്. പക്ഷെ അവർ തിരിച്ചു പോന്നു. പിന്നീട് സംഘർഷ സാധ്യത ഇല്ലാത്തൊരു സമയം നോക്കി അവർ അയ്യപ്പനെ കയറി ചോദിച്ചു. അങ്ങനെ അയ്യപ്പന് ഇഷ്ടമല്ലെങ്കിൽ ആ സ്ത്രീകളെ അവിടെ വെറുതെ വെച്ചിരുന്നു. അപ്പൊ അവർ തൊഴുതു പോന്നു. അവരൊന്ന് ദൈവത്തെ തൊഴുതി ഇത്ര വലിയ കേരളം മുഴുവൻ തീ വെക്കേണ്ടുന്ന ഒരു തെറ്റാണോ? ഇത് എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ സമൂഹം? നമ്മളെല്ലാവരും ഓർമ്മിക്കേണ്ടത് 30കളിലും 40കളിലും എല്ലാം സ്ത്രീകൾ അനുഭവിച്ച കൊടിയ ദുരന്തമുണ്ടായിരുന്നു, കൊടിയ ദുരിതങ്ങൾ ഉണ്ടായിരുന്നു ഈ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കിടയിൽ. വിവാഹിതയായ പെൺകുട്ടി ആദ്യം ജന്മയുടെ ഇല്ലത്ത് പോയി പാർക്കണമായിരുന്നല്ലോ ഒരു ദിവസം. അവരുടെ കന്യാകാത്വം നശിച്ചാലില്ലേ പുരുഷന്റെ കൂടെ പോകാൻ പറ്റുമായിരുന്നുള്ളൂ, കല്യാണം കഴിച്ച ആളിന്റെ കൂടെ. ഉത്തരേന്ത്യയിൽ ഉടന്തരിച്ചാട്ടം ഉണ്ടായിരുന്നല്ലോ. ഭർത്താവ് മരിച്ച തീയിൽ ഭാര്യ ചാടി ചത്തില്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി പിടിച്ചിട്ടിട്ട് മുളപടി കൊണ്ട് കുത്തിപ്പിടിച്ചിട്ട് ചുട്ടുപോന്നിട്ടുള്ള നാടല്ലേ ഈ ഇന്ത്യ, നമ്മുടെ പല ഗ്രാമങ്ങളും. അത് വെള്ളക്കാര് ആ സമ്പ്രദായം നിരോധിച്ചു. ഇത് മനുഷ്യത്വരഹിതമാണ്. സ്ത്രീയെ ചുട്ടു കൊല്ലരുത്. ഭർത്താവ് മരിച്ചാലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അമ്മ കുഞ്ഞുങ്ങൾക്ക് വേണം, അമ്മയെ കൂടി ചുട്ടു കൊല്ലരുത്, ദയവ് ചെയ്ത് വിശ്വാസത്തിന്റെ പേരിൽ, ആചാരത്തിന്റെ പേരിൽ എന്ന് വെള്ളക്കാര് ഇവരോട് യാചിക്കുകയുണ്ടായി. അവർ നിയമം കൊണ്ടുവരികയുണ്ടായി. എന്നിട്ട് സതി നിരോധിച്ചപ്പോ ഇതുപോലെ ഇറങ്ങിയിരുന്നില്ലേ അന്ന് കുറെ ആളുകൾ, ഞങ്ങളുടെ ആചാരമാണ് സ്ത്രീകളെ ചുട്ടുകൊല്ലുക എന്നുള്ളത്, സതി മാതാവ് ആയിട്ട് മാറുകയാണ്. എന്നിട്ട് ചുനരി മഹോത്സവം നടത്തുകയാണ്. ഈ ഗതയിൽ ചാടി മരിച്ച സ്ത്രീയുടെ വസ്ത്രം എടുത്തിട്ട് ആഹ്ലാദ നൃത്തം ചവിട്ടിയിട്ട് ചുനരി മഹോത്സവം നടത്തിയ നാടാണിത്. അപ്പൊ അന്ന് സതിക്കെതിരെ മന്ത്രി കെ ശൈലജ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സ്ത്രീകൾ RSSന്റെ ഈ രാഷ്ട്രീയ വിരളി പൂണ്ട അക്രമങ്ങളിൽ വശംവദരായി പോകരുത്, വീണു പോകരുത്. വളരെ ചിന്തയോടുകൂടി വേണം ഇത്തരം വ്യാപകമായി നടക്കുന്ന അക്രമങ്ങളെ കേരള സമൂഹം നോക്കിക്കാണാൻ എന്നുകൂടി ആരോഗ്യ സാമൂഹിക ക്ഷേമ മന്ത്രി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിടവേള.